ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ, മനാലി, ലിയാന, നെസ്ല ഞങ്ങൾ വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് വരുന്നത് ടോട്ടൽ 1000 ആണ്. സോ അതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് 250 വെച്ചിട്ടാണ്. മനാൽ ഇതാ ഗിഫ്റ്റൊക്കെ വാങ്ങി, നമുക്ക് ഡ്രസ്സ്. മനാൽ സേ ഹായ്, ഹലോ പിങ്ക്. ഗൈസ്, ഇതൊരു സുഖമായിട്ടുള്ള പ്രോസസ്സല്ല ഗിഫ്റ്റ് വാങ്ങാന്നില്ല. ഞാനിങ്ങനെ അല്ലറ ചില്ലറ ഐറ്റംസ് വാങ്ങാൻ വിചാരിച്ചു, ഷോൾ വാങ്ങാൻ വിചാരിച്ചു. പക്ഷെ ഇവിടെ ഒന്നും നല്ലതൊന്നും കണ്ടില്ലെങ്കിൽ ഇപ്പം ഇതിൽ നിന്ന് വല്ലതും പറ്റുമെന്ന് അതും അറിയില്ല. നിങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഭയങ്കര ബെസ്റ്റാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒക്കെ ഇങ്ങനെ അത് മതി. ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ വീക്കാണ്. ക്രാബൊക്കെ ഞാൻ ഈ സാധന ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കത് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ബാവ്, രസമുണ്ടല്ലേ. ഒന്ന് 4 വേണേ. എല്ലാവർക്കും ഞങ്ങൾ 4 പേരാണുള്ളത്. തുറന്നായി ഫസ്റ്റ് 4 ക്രാബ് എടുത്തിട്ട് വേറെ ഒന്നും നമുക്കറിയില്ല. ഷോൾ എന്തെങ്കിലും വാങ്ങിയാലോ, അതാകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. സ്ക്രഞ്ചീസ് എടുക്കല്ലേ, ഭംഗിയില്ലതൊന്നും അറിയില്ല. നെസ്ലൻ്റും മനാലിൻ്റെ ഒക്കെ ഷോപ്പിംഗ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ഞാനും ലിയാനയാണ് ആകെ ബ്ലിങ്കസി ആയിട്ട് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു റേറ്റിൽ നമുക്ക് എന്തൊക്കെ വാങ്ങേണ്ടത് ഒന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ കുറേ അല്ലറ ചില്ലറ ഐറ്റംസ് നോക്കി, പക്ഷെ അതൊന്നും ഓക്കെ ആയില്ല. ഞാൻ ക്രാബ് മാത്രമാണ് ഫസ്റ്റത്തെ ഷോപ്പിൽ നിന്ന് എടുത്തത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഷോൾ എന്നീ വാങ്ങിയല്ലോ. അപ്പോൾ ഞാൻ അവിടെ അടുത്തുള്ള കടയിലൊന്നും മോജൻ്റെ ഷോളില്ല. മോജൻ്റെ ഷോളാണ് പിന്നെ ഒരു റിസൾട്ട് ഷോൾ. പിന്നെ നമ്മൾ രണ്ടാമത്തെ ഷോപ്പിൽ കയറിയിട്ട് അവിടെ ഞാൻ കുറച്ച് സ്ക്രഞ്ചീസ് വാങ്ങി. കുറച്ച് അത്യാവശ്യം ഒരു ഭംഗിയുള്ള കുറച്ച് സ്ക്രഞ്ചീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോക്ലേറ്റ് വാങ്ങാൻ പോയിട്ടോ. റോസ്റ്റഡ് ആൽമണ്ടിൽ വേറൊരു 45-ൻ്റെ ഒരു ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഡയറി മിൽക്കിൻ്റെ കമ്പനി ഇറക്കണില്ല എന്ന് തോന്നുന്നുണ്ട്. അതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയറി മിൽക്ക് കേട്ടോ. പക്ഷെ ഇതിൻ്റെ വേറൊരു ടൈപ്പാണിത്. അങ്ങനെ പിന്നെ നമ്മൾ മണവാട്ടി വാങ്ങുന്ന സാധനം ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത് യൂസ്ഫുൾ ആവണമെന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ വാങ്ങി യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മളൊരു റീൽസിലാണ് കണ്ടത് കേട്ടോ, ഇങ്ങനെ 4 പേരോ ഷെയർ ചെയ്യണത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ്. അതൊരു വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ബ്രൗൺ ബീൻസ് പോയി. അപ്പോൾ ഇന്ന് ബറാത്തിൻ്റെ നോമ്പായിരുന്നു. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളിപ്പോൾ ചോക്ലേറ്റ് വാങ്ങാൻ വന്നു. ഞാൻ പിന്നെ ലിയാനൻ്റെ കൂടെ കയറി. ലിയാന അവിടെ ചോക്ലേറ്റ് വാങ്ങാനുണ്ടോ. ഇത് ഞങ്ങൾ 2 വാങ്ങി. ഇത് ഓളതാണ്, ഇതിൻ്റെതാണ്. കുറച്ച് വൈകലുണ്ട്. ഹായ് ഗായ്സ്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ബ്രൗൺ ബീൻസിലെത്തി. സാധാരണ ഞങ്ങൾ ബ്രൗൺ ബീൻസ് എന്നാട്ടോ കൂടുതൽ. അപ്പോൾ സത്യത്തിൽ എനിക്കിത് കാണുമ്പോൾ നമ്മുടെ നബിദിന പരിപാടിക്ക് നമ്മളേക്ക് സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ, അങ്ങനത്തെ കവർ പോലെ ഫീൽ ചെയ്യും കേട്ടോ. ഇല്ല നല്ല ഭംഗിയില്ല. അപ്പോൾ ഫസ്റ്റ് ഞാനാട്ടോ ഗിഫ്റ്റ് കൊടുക്കണേ. എല്ലാം ഫസ്റ്റ് തന്നെ കൊടുക്കണോ? അങ്ങനെ വേണം. ഇതാരും മെയിൻറ്റെയിൻ ഇല്ലേ? ഇതിൻ്റെ അതാണ്. സെയിം ആണോ വാങ്ങിയത്? ഓക്കെ. ഞാൻ ഏതോ കിട്ടിയത് എടുത്താ തരണം കേട്ടോ. സെയിം കിട്ടണ്ടേ? കിട്ടിയ വാങ്ങി അവിടെ നിൽക്കി. ഇനി കുറച്ച് അടിപൊളി ഐറ്റംസ് വരാനുണ്ട്. ഇനി എല്ലാവർക്കും ഇനി ഒരു നല്ലൊരു സാധനം വരാണ്ട് എല്ലാവർക്കും കേട്ടോ.
കേക്ക്. കഴിഞ്ഞു തോന്നുന്നുണ്ട്. കഴിഞ്ഞ് എനിക്കിത് മാത്രമേ ഉള്ളൂ. പെണ്ണ് മുകളിന്ന് ആ പിങ്ക് സാധനം വലിക്കുക. ഇല്ലല്ല നമുക്ക് പഠിക്കാൻ പോവാണ് ഇവർക്ക്. അല്ല ബ്ലൂ അല്ലേ? ഇനി വേറെ തരട്ടെ. അയിന്ന് പന്നിയാളെ ഇത് 2 എണ്ണം കൊണ്ടുപോകുന്നുണ്ടോ? അൺബോക്സ് ചെയ്തോളി. അല്ല വാങ്ങിയിട്ടില്ലല്ലോ. അന്റെ ബട്ടർഫ്ലൈ ഉണ്ടാവും. ആ ഇത് പൊട്ടിക്ക്. അത് പിന്നെ ആർക്കും എടുത്ത് വെച്ചിട്ട്. അതന്നെ. ഓക്കെ ഗൈസ്, ഞാനിട്ടരട്ടെ. ഞാനിട്ടോ, ഞാൻ പാക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയ ഗിഫ്റ്റ് കേട്ടോ. ഇതെൻ്റെ ഫോണാണ്. അങ്ങനെ ഞങ്ങളുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ടോ എല്ലാം ഒക്കെ പാക്കാക്കിക്കൊണ്ടാണ്.